ഡോക്ടർ, ഈ കുഷ്ഠരോഗത്തെ ഇക്കാലത്ത് കരുതിയിരിക്കേണ്ടത് എന്തൊക്കെയാണ്? ഇപ്പോഴും ഈ കുഷ്ഠരോഗം ഉണ്ടോ? ഇതിൽ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ? അതെ, എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് കേരളത്തിൽ ഇപ്പോൾ കുഷ്ഠരോഗം ഉണ്ടോ എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, കുഷ്ഠരോഗം ഇപ്പോഴും ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ചിന്ത ഉണ്ടായെന്ന് വെച്ചാൽ 2005 ഇന്ത്യയിൽ കുഷ്ഠരോഗം ഒരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം അല്ല എന്നൊരു നിലയിലെത്തി WHO അങ്ങനെ ഡിക്ലെയർ ചെയ്തു. അതോടുകൂടി കുഷ്ഠരോഗം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്നൊരു തോന്നലാണ് പൊതുവിൽ ജനങ്ങൾക്കുണ്ടായത്. ഇതങ്ങനെയല്ല. വസ്തുവിൽ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു, പോളിയോ ഏകദേശം നിർമ്മാർജ്ജനത്തിൻ്റെ അടുത്തെത്തി. പക്ഷേ ഇവിടെ കുഷ്ഠരോഗം 10,000-ൽ 1 താഴെ എന്ന നിലയിലേക്ക് പോയപ്പോഴാണ് കുഷ്ഠരോഗം പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം അല്ല എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇതിവിടെ നിലനിൽക്കുന്നുണ്ട്. ഡോക്ടർ, അതുപോലെ ഈ രോഗം തിരിച്ചറിയാതെ പോകുന്നവരുണ്ടോ ഇപ്പോഴും? അതായത് ഈ രോഗലക്ഷണങ്ങളെ അവഗണിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്? ഇത് കുഷ്ഠരോഗം ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന, മൈക്രോ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് കുഷ്ഠരോഗം. ഇത് ശരിക്കും പറഞ്ഞാൽ വായുവിൽ കൂടിയാണ് പകരുന്നത്. അപ്പോൾ പകർന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നിറം മങ്ങിയതോ ചുമന്നു തടിച്ചതോ ആയ പാടുകൾ, അല്ലെങ്കിൽ എണ്ണമയമുള്ള ചർമ്മം, തടിച്ച മിനുസമുള്ള ചർമ്മം, കൈകളിലെ മരവിപ്പ്, ഉണങ്ങാത്ത വേദനയില്ലാത്ത വ്രണങ്ങൾ, പിന്നെ ബലക്ഷയം, മസിലുകൾക്ക് ബലക്ഷയം ഉണ്ടാകുന്നുണ്ടുള്ള റിസ്റ്റ് ഡ്രോപ്പ്, ഫുഡ് ഡ്രോപ്പ്, കണ്ണുകൾ അടയാതിരിക്കൽ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് പൊതുവേ ഈ കുഷ്ഠരോഗികൾ കാണിക്കാറുള്ളത്. ഇത് തിരിച്ചറിയുന്നതിന് സ്പർശനശേഷി ഇല്ലാത്ത പാടുകളായിരിക്കും. പക്ഷേ ഇത് പൊതുവേ ജനങ്ങളങ്ങനെ തിരിച്ചറിയണമെന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, ഒരു ചെറിയ വെളുത്ത പാടുണ്ടാകുന്നു, എത്ര നാൾ അവിടെ ഇരുന്നാലും അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല. അതേസമയം ചുമയോ ശ്വാസം മുട്ടുവാണെങ്കിൽ ഉടൻ തന്നെ രോഗി ആശുപത്രിയിലെത്തും. ഇത് അങ്ങനെ കൊണ്ട് കാണിക്കണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പം അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ നിൽക്കും. അത് അങ്ങനെ പോയിട്ട് മസിലുകളുടെ ബലക്ഷയത്തിലോട്ട് വരുമ്പോഴാണ് പലപ്പോഴും തന്നെത്താൻ അവർ ആശുപത്രിയിലേക്ക് വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അതാണ് കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ താമസം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം.